നമുക്കൊരു കൃഷിപ്പതിപ്പ് തയ്യാറാക്കാം. അതിനെന്തെല്ലാം വേണമെന്ന് ആദ്യം നോക്കാം. ആദ്യം ഉള്ളടക്കത്തിൽ ഉപകരണങ്ങൾ, കൃഷിപ്പാട്ട്, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, ചിത്രങ്ങൾ, പദങ്ങൾ, കൃഷിരീതികൾ. ഉപകരണങ്ങൾ 4 ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. കൃഷിപ്പാട്ട്, കൊയ്ത്തുപാട്ട്. താഴ്ത്തിക്കൊയ്യടി താളത്തിൽ കൊയ്യടി താഴെ പാടത്തെ പെണ്ണാളെ, നീട്ടിക്കൊയ്യടി നീളത്തിൽ കൊയ്യടി നീലത്താമര കണ്ണാളെ. കിളിയാട്ടുപാട്ട്. കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു, കാടുവെട്ടി തരം വരുത്തി തറയുഴുതു പദം വരുത്തി തിന വിതച്ചു, തിന തിന്നാൻ കിളിയിറങ്ങി, കിളിയാട്ടാൻ അവളിറങ്ങി. എല്ലുമുറിയെ പണി ചെയ്താൽ. കൃഷിച്ചൊല്ലുകൾ. കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം, മുളയിലറിയാം വിള. സമ്പത്തു കാലത്ത് തൈപ്പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. വിത്തായം ചെന്നാൽ പത്തായം നിറയാം, ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. നട്ടാലേ നേട്ടമുള്ളൂ, മുൻവിള പൊൻവിള. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല, മണ്ണ് വിറ്റ് പൊന്നു വാങ്ങരുത്. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. ഇനി കടങ്കഥകൾ. അകത്ത് തിരിയെടുത്ത് പുറത്ത് മുട്ടയിട്ടു, കുരുമുളക്. കണ്ടാൽ സുന്ദരി, തോൽ കളഞ്ഞാൽ കയമ്പില്ല, സവാള. അകത്തറുത്താൽ പുറത്തറിയും, ചക്ക. കാള കിടക്കും കയറോടും, മത്തനും വള്ളിയും. എൻ്റെ കിടപ്പ് വള്ളിയിലാണ്, ദേഹം മുഴുവൻ ചൊറിയാണ്, പാവയ്ക്ക. അടിപ്പാറ നടുവടി മീതെ കുട, ചേന. അടിമുള്ള് നടുകൂട്, തലപ്പൂവ്, കൈതച്ചക്ക. ഇത് കുറച്ച് ചിത്രങ്ങളാണ്, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ്. ഇനി നമുക്ക് കൃഷിപ്പദങ്ങൾ നോക്കാം. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, പുഞ്ച, പറമ്പ്, ഞാർ, കറ്റ, വൈക്കോൽ, നടീൽ, മെതി, പാടം. ഇനി നമുക്ക് കൃഷിരീതികൾ നോക്കാം. മുയൽ വളർത്തുന്നതിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ പട്ടുനൂൽ കൃഷിക്ക് സെറികൾച്ചർ. മത്സ്യം വളർത്തുന്നതിന് പിസികൾച്ചർ. മൾബറി കൃഷിക്ക് മോറികൾച്ചർ എന്ന് പറയും. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. വിറ്റികൾച്ചർ മുന്തിരി കൃഷി. വെർമികൾച്ചർ മണ്ണിര കൃഷി. ഹോർട്ടികൾച്ചർ പഴങ്ങളും പച്ചക്കറിയും കൃഷി ചെയ്യുന്നതിനെയാണ് ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത്. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. ഒലേറി പച്ചക്കറി കൃഷി. ഫ്ലോറികൾച്ചർ അലങ്കാര സസ്യങ്ങൾ, പൂക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്ന സസ്യങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ചെറിയ അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്.